ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ഉറപ്പൊക്കെ അല്ലേ വരുന്നത്. അപ്പം നമ്മുടെ രുദ്രൂട്ടനാണെന്നുണ്ടെങ്കിൽ ബാഗ്, അതേപോലെ ഷൂ, സോക്സ്, പിന്നെ അതുപോലെ യൂണിഫോം, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാവേലിക്കരയിലേക്ക് പോവുകയാണ് കേട്ടോ. ഞാനും ചേട്ടനും നമ്മുടെ രുദ്രൂട്ടനും. ഇന്ന് റിച്ചപ്പനെ കൊണ്ടുവന്നില്ല കേട്ടോ. ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് റിച്ചപ്പനെ അമ്മ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ മാവേലിക്കരയിലേക്ക് വന്നു കേട്ടോ. അപ്പം നമ്മൾ കണ്ടിയൂർ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു ശ്രീ രാജേശ്വരി ട്രേഡേഴ്സ് എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെയാണ് കേട്ടോ ഞങ്ങൾ ഇവന് യൂണിഫോം എടുക്കാനായിട്ട് വന്നത്. ആദ്യമേ ഞങ്ങൾ യൂണിഫോമാണ് കേട്ടോ എടുക്കാനായിട്ട് വന്നത്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ ഇവന് യൂണിഫോം ഞാൻ തയ്പ്പിച്ചത് കേട്ടോ, അല്ലാതെ റെഡിമെയ്ഡായിട്ട് എടുത്തതല്ല, തയ്പ്പിച്ചതായിരുന്നു. പക്ഷേ എനിക്ക് ആ തയ്ച്ചത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം അവന് റെഡിമെയ്ഡായിട്ട് അങ്ങ് എടുക്കാമെന്ന്. അപ്പോൾ ഇവർക്ക് യൂണിഫോം വരുന്നത് തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വൈറ്റ് ഷർട്ടും അതേപോലെ ബ്ലാക്ക് ഷോർട്ട് പാൻറ്റും പിന്നെ വൈറ്റ് സോക്സും ആണ് കേട്ടോ ഇവർക്ക് വരുന്നത്. അതേപോലെ ബുധനാഴ്ച ദിവസം ഇവർക്ക് പിങ്ക് യൂണിഫോമും പിങ്ക് ടീഷർട്ടും പിന്നെ അതേപോലെ ബ്ലാക്ക് ഷോർട്ട് പാൻറ്റും അതേപോലെ ബ്ലാക്ക് സോക്സുമാണ് കേട്ടോ വരുന്നത്. അപ്പം ഞങ്ങൾ അവിടുന്ന് യൂണിഫോമൊക്കെ മേടിച്ചു. അതേപോലെ നമുക്ക് പിങ്ക് യൂണിഫോം നമുക്ക് സ്കൂളിൽ നിന്ന് ആണ് കേട്ടോ തരുന്നത്. ബാക്കി വൈറ്റ് ടീഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് അല്ലാതെ മേടിച്ചത് കേട്ടോ. അപ്പോൾ അവിടുന്ന് യൂണിഫോമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ തട്ടാരമ്പലത്തിലുള്ള ഒരു മുണ്ടുകട എന്ന് പറയുന്നൊരു ഷോപ്പിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇവിടെ വന്നത് ചേട്ടനൊരു ഷർട്ടും മുണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ചേട്ടനാണെങ്കിൽ കൂടുതലും ബ്ലാക്ക് കളർ ഷർട്ടാണ് കേട്ടോ കൂടുതലും എടുക്കാറ്. അപ്പം ഞാൻ എപ്പോഴും പറയും ഈ ബ്ലാക്ക് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും കളറ് നോക്കെന്ന് പറഞ്ഞാലും കേൾക്കില്ല കേട്ടോ. എപ്പോഴും ചേട്ടന് ബ്ലാക്ക് കളറ്, ബ്ലാക്കിനോട് എന്തോ ഒരു അട്രാക്ഷനാണ് കേട്ടോ. അങ്ങനെ അവിടെ കുറേ ബ്ലാക്ക് കളർ ഷർട്ട് നോക്കി, പക്ഷേ ചേട്ടന് അതൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മുകളിലേക്ക് കയറി. അവിടെയാണ് മുകളിലാണ് കേട്ടോ മുണ്ടിൻ്റെ ഒരു കളക്ഷന്. അപ്പം നമുക്ക് എണ്ണിയാൽ തീരാത്ത അത്രയും മുണ്ടുകളുടെ ഒരു ശേഖരം തന്നെയാണ് കേട്ടോ അവിടെ ഉള്ളത്. പല പല വെറൈറ്റി ആയിട്ടുള്ള മുണ്ടുകൾ, അതേപോലെ സെറ്റ് സാരികൾ, പിന്നെ അതേപോലെ കാവിക്കൈലികൾ, വെറൈറ്റി ആയിട്ടുള്ള കാവിക്കൈലികൾ. അങ്ങനെ അവിടുന്ന് ചേട്ടനാണെങ്കിൽ ഒരു മുണ്ടെടുത്തായിരുന്നു കേട്ടോ. ആ മുണ്ടും ബ്ലാക്ക് കളറിലെ ലൈൻ നോക്കി തന്നെയാണ് കേട്ടോ എടുത്തത്. എനിക്കറിയത്തില്ല ഈ ബ്ലാക്കിനോട് എന്താ ഇത്ര അട്രാക്ഷൻ എന്ന്. അങ്ങനെ അവിടുന്ന് മുണ്ടും മേടിച്ചു. ഷർട്ട് മാത്രം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. ചേട്ടനാണെങ്കിൽ ബ്ലാക്ക് കളറ് വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ബാക്കി വേറെ പല പല കളറുള്ള നല്ല നല്ല ഷർട്ടുകളുണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള ഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ചേട്ടനാണെങ്കിൽ ബ്ലാക്ക് കളറ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ബ്ലാക്ക് കളറിൻ്റെ കുറച്ച് കളക്ഷനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചേട്ടൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് മുണ്ട് മാത്രം മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് പോയത് നമ്മുടെ രുദ്രൂട്ടൻ്റെ മുടി വെട്ടിക്കാനാണ് കേട്ടോ. വണ്ടി കയറിയപ്പോൾ മുതലേ ഇരുന്ന് പറയുവാണ്, എൻ്റെ ആ മുടി വെട്ടിച്ചിട്ട് വേറെ സാധനങ്ങളൊക്കെ മേടിക്കാം, എൻ്റെ മുടി വെട്ടിയിരാദ്യമേ, മുടി വെട്ടിച്ചിട്ട് വേറെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാം എന്നും പറഞ്ഞ് ഭയങ്കര വാശിയിലിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ പുള്ളിക്കാരൻ. അതുകൊണ്ട് ഞങ്ങൾ യൂണിഫോം മേടിച്ചിട്ട് നേരെ ഞങ്ങൾ മുടി വെട്ടാനാണ് കേട്ടോ പോയത്. ബാഗൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാഗൊക്കെ മേടിക്കാൻ പോയത്. അങ്ങനെ മുടിയൊക്കെ വെട്ടി വെച്ച് ഞങ്ങൾ നേരെ മേളയിലേക്കാണ് കേട്ടോ വന്നത്. നമ്മുടെ മാവേലിക്കരയിലാണെങ്കിൽ പുതിയ ലാഭമേള വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെയാണ് കേട്ടോ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അതായത് നമ്മുടെ രുദ്രൂട്ടനല്ല, അല്ലാതെ അവൻ്റെ അച്ഛന് കുറച്ച് പാൻറ്റും അതേപോലെ നമ്മുടെ ബെഡിലിടാൻ പറ്റിയ ഷീറ്റും പില്ലോ കവർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കേട്ടോ എടുത്തത്. ബാഗ് അവൻ അവിടെ നോക്കി, പക്ഷേ ബാഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയ ബാഗായിരുന്നു. അപ്പം ഇവനാണെങ്കിൽ കുഞ്ഞല്ലേ, അപ്പം ഇവന് ചെറിയ ബാഗല്ലേ പറ്റുള്ളൂ. അപ്പം അവിടെ കിടന്നതെല്ലാം വലിയ ബാഗുകളായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ അവിടുന്ന് ബാഗൊന്നും മേടിച്ചില്ല. പിന്നെ ബുക്കാണെങ്കിൽ ഇവർക്ക് 4 ലൈന് 2 ലൈന് പിന്നെ അതേപോലെ സിംഗിൾ ലൈൻ വരെ വരുന്നതൊക്കെ ആണ് കേട്ടോ ഇവർക്ക് വേണ്ടത്. പക്ഷേ അവിടെയാണെങ്കിൽ എല്ലാം വലിയ ബുക്കുകളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രുദ്രൂട്ടിനുള്ള സാധനങ്ങളൊന്നും മേടിച്ചില്ല. ബാക്കി അല്ലാതെ ബെഡ്ഷീറ്റും പിന്നെ അതുപോലെ പില്ലോ കവർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മേളയിൽ നിന്ന് ഇറങ്ങി
പിന്നെ ഞങ്ങൾ പോയത് മാവേലിക്കരയിലുള്ള കൊച്ചിൻ ബാഗ് ഹൗസിലേക്കാണ് കേട്ടോ. അപ്പം അവിടെ നിന്നാണ് നമ്മുടെ രുദ്രൂട്ടന് ബാഗും പിന്നെ അതുപോലെ വാട്ടർ ബോട്ടിലും ചെരുപ്പ്, അവന് സ്കൂളിലിടാൻ ഷൂവ്, പിന്നെ അതേപോലെ ആണെങ്കിലും പുറത്തിട്ടുകൊണ്ട് പോകാനാണെങ്കിലും അങ്ങനെ 3 ജോഡി ചെരുപ്പ് അവന് വാങ്ങിച്ചു കേട്ടോ അവിടുന്ന്. പിന്നെ അതുപോലെ ബുക്ക് കാര്യങ്ങളെല്ലാം അവിടുന്ന് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലിടാം. അങ്ങനെ ഞങ്ങൾ അവന് ബാഗും കാര്യങ്ങളും ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കൊണ്ട് അനിയനാണെന്നുണ്ടെങ്കിൽ തൂളിയൊക്കെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആറ്റിൽ നിന്ന്. അങ്ങനെ പിന്നെ അതെല്ലാം പെട്ടെന്ന് വെട്ടി വറുത്തു. പിന്നെ അത് തന്നെ അതിനകത്ത് പരിഞ്ഞിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പരിഞ്ഞിലും അതൊക്കെ വറുത്ത് എന്തായാലും ഞങ്ങൾ ചോറൊക്കെ ഉണ്ടു. അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ ഉറങ്ങാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതുവരേക്കും ബായ്.